നീ ഇറങ്ങലു, ഞാൻ കേറലു. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. റംസാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ്. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? അല്ല, ഈ വീഡിയോ കാണേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്നറിയോ? ഞങ്ങൾ ഈ ടൂർ വരാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചിട്ട് ഞങ്ങളെ വലിപ്പിച്ച കുറെ ആൾക്കാരുണ്ട്. കാണണം, നിങ്ങൾക്ക് കാണണം. ഒരു പടുമുള പോലെ വളർന്നത് കൊണ്ടാവും എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്കിഷ്ടമാണ്, രസമാണ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഫുഡ് സുന്ദര ബിരിയാണിയാണോ ഇന്ന്? ആ ബിരിയാണി ഫുഡ് കഴിക്കാൻ അതെന്നാണ് ഞാൻ പുതിയൊരു മനുഷ്യനാണ്. അത് ഈ മനുഷ്യന് നമ്മുടെ ബ്ലോഗിലെല്ലാം എന്നെ വേറെ നല്ല തീരുമാനമായിരിക്കും. അതാരാ അങ്ങനെ ഒരു കൊയ് വിട്ടത്? പുരുഷ എന്നെ അനുഗ്രഹിക്കണം. വയറിളക്കം അഭിനയിക്കാലോ. നീ കക്കൂസിലോട്ട് പാടാ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ മാത്രമേ ഉള്ളൂ അളിയ കഴിക്കാനായിട്ട്. ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100. എന്നാ അളിയ കഴിക്കാൻ? ബിരിയാണി ഉണ്ട്, റൈത്ത, പുളിശ്ശേരി, അച്ചാർ. അത് എന്നൊക്കെ ഒരു ബിരിയാണി സാധനം നീ ചെറിയ റൈസ്. എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലേക്ക്, വ്യൂ പോയിന്റും ലേക്കും ഒക്കെ ഉള്ളു കാണാൻ. അപ്പോൾ അവന്മാർ ഫ്രണ്ടേ പോയിട്ടുണ്ട്, വണ്ടിയിൽ ഇറങ്ങണം. ആ ലേക്കിൽ പോവാം, വെള്ളത്തിൽ ചാടാം. അളിയനൊക്കെ ഓടി നേരത്തെ അവിടെ പോയി നിൽക്കുക, അവര് കയറ്റി വിട്ടിട്ടില്ല. അളിയ ബോട്ടൊക്കെ കയറണ്ടോ? ബോട്ടൊക്കെ കയറണ്ടോ? ആ അറിയാൻ പോലെ ഇവിടെ നമുക്ക് എൻട്രി ഫീസ് എടുക്കണം, ടിക്കറ്റ്. റൈറ്റ് അവിടെ പോയി നോക്കാം. അങ്ങനെ ഊട്ടിലെ ലേക്കിൽ വന്നു.
ഇല്ലില്ല, അവന്മാർ അവിടെ പോയിട്ടുണ്ട്. മിനി ട്രെയിൻ, മിനി ട്രെയിൻ അറിയത്തില്ല എത്ര ദൂരം ഉണ്ടെന്ന്. 1 കിലോമീറ്റർ. ആ ടിക്കറ്റ് എവളാണ്? 60. അതൊക്കെ ഇടാ. അളിയ അളിയ എടാ, അവിടെ ഒരു ഇത് മറ്റേ ആ ഷൂട്ട് ചെയ്യണില്ലേ, 8 ഷോട്ട് 100 രൂപയ്ക്ക്. 8 ഷോട്ടും ആ ബോട്ടിലേക്ക് കൊള്ളിക്കുവാണെങ്കിൽ 1000 രൂപ പ്രൈസ്. 8 ഷോട്ടേ ഉള്ളു. 8 ഷോട്ടിൽ 8 ഷോട്ടും കൊള്ളിക്കുവാണെങ്കിൽ 1000 രൂപ പ്രൈസ്. എടാ ഗണ്ണല് മറ്റേ ഇതില്ലേ കുപ്പിക്കിട്ട് ഷൂട്ട് ചെയ്യണേ 100 രൂപ. 7 എണ്ണത്തിൽ കൊള്ളിച്ചാൽ 500. 8 ഷോട്ടും കൊള്ളിക്കുകയാണെങ്കിൽ 1000 രൂപ. என்ன ஒரு ஆனந்த கரண்டிக்கு. ഞാൻ ഒരെണ്ണം ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അത് വീഡിയോ എടുക്കാനോ നിർത്താം. ട്രെയിനിന് ടിക്കറ്റ് എടുത്തായിരുന്നോ? ആ ടിക്കറ്റ് എടുത്തില്ലല്ലോ. കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം 1000 ആയിട്ട് വരുന്നു. 1000 എടുക്കണം. 1000 എടുക്കണം. 300 രൂപയ്ക്ക് 3000 രൂപ. ട്രിക്ക് അതിനകത്തുണ്ടാവൂടാ? ഉണ്ട്. കൊള്ളിക്കണ്ടത് പളിയ 1000. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അല്ല സൗദേവ, ഈ വെടി കൊള്ളാനുള്ള ആൾക്കാർ ഇതേ ഹൈറ്റിൽ കൊണ്ടാ മതി. അവനെ ഇറക്കി വിടുന്നു. എയിം നോക്കട്ടെ. സെന്റർ ആട്ടോ. ഇതിലെന്തോ കളി ഒറ്റരണം. ഇങ്ങനെ ഇപ്പോഴത്തെ കാണുന്നു. മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വെടിവെച്ചാൽ ഇതന്നെ പോലീസ് വെടിവെച്ചാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓ, ഒന്ന് 2 ഇത് വളഞ്ഞു പോകാനുള്ള സംബന്ധം. ഇത് ഡേഞ്ചറാണ് സാധനം. ഈ വെടിയുണ്ട മാറി എന്നെ നെഞ്ചത്ത് കൊണ്ടാൽ വെച്ചോ. ഓ, അതെവിടെയാ? ഇതും അതൊക്കെ ഭയങ്കര ഡേഞ്ചർ സാധനേട്ടാ. അടുത്തടുത്ത് വരുവാ. 8ാമത്തെ കറക്റ്റ് വരുവുള്ളു. ഒരെണ്ണം കൂടി. மறுபடியும் அவனுடைய கோபம் கடலா எரியுது அவன் மனசுக்குள்ள. மறுநாள் வரான், அதே மாதிரி அம்பை விடுறான், அதே மாதிரி மிஸ் ஆகுது, கரடி வருது, ஊம்பிடான்னு சொல்லுது, ஊம்பிடுறான். അങ്ങനെ ആ 8 എണ്ണം പരാജയപ്പെട്ടിരിക്കുന്നു. നിന്റെ ആഗ്രഹമല്ലേ? വെടിവെച്ചേക്കാം. ബ്ലൗസാ? എല്ലാരും മാറിക്കോ. അമ്പുമാർ നെഞ്ചത്തോണ്ട കരുതണം. അടുത്ത ഞാൻ
ഇബ്രാണി വിരൽ 4 തള്ളവിരൽ മടക്കി നേരെ തിരിച്ച് കൊടുക്കളിയാ ഓർമ്മ കൊടുക്കില്ല വീടളിയാ അത് രാജോപ്പയാണ് വീഡിയോ കണ്ണിന് നമുക്ക് കാവ്യ കൊടുക്കാനുള്ളതാണേ. നല്ലൊരു വീഡിയോ എടുത്തു. കാവ്യ കൊടുക്കാനുള്ള ഇവനെ ഡിവോഴ്സ് ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப. അപ്പൊ അതിന്റെ കാര്യം ഏകദേശം ഒഴിവായിട്ടുണ്ട്. കുഞ്ഞിനെ പെണ്ണുകളെ കൊല്ലാതെ കുഞ്ഞിനെ കൊല്ലാൻ എടി ഞങ്ങൾ ഈ അതിന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഷാറുഖ് ഖാൻ. അല്ല, പെണ്ണുങ്ങൾ 9 എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ 3 പേരാണ്. 3 കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഏകദേശം തീരാനായി. നമ്മൾ ലാസ്റ്റ് പോയിന്റും കണ്ട് ഇനിയിപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അവിടെയെങ്കിലും ഒന്ന് കണ്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ പോകണമായിരുന്നു. എന്നാലും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. പിന്നെ ഫുൾ വീഡിയോ അങ്ങ് വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. വെട്ടം പോയി. അത് കാണാൻ മാത്രം ഉണ്ടായിരുന്നു. പണ്ട നാട്ടുപന്നില്ലടാ, കാട്ടുപന്നി ഇങ്ങോട്ട് പോയി. എന്താ ബാബു ഇവിടെ ഇച്ചിരി രാത്രി ആയിപ്പോയില്ല. രാത്രി ആയാലും അതിന്റെ കൊമ്പിന് നല്ല മൂപ്പ, ഒറ്റക്കുത്തിനല്ല കൊല്ലു. മോനെ പോത്താ, എല്ലാ പോത്തിനും കണ്ടാലും പോത്താ എടാ എടാ ഇങ്ങോട്ട് ഇവിടെ ഒന്ന് നോക്കടാ. എടാ മോനെ ബാബു, എല്ലാരും പറയില്ല കാട്ടുപോത്തല്ല കാട്ടു പശു. ഇതിവിടെ സ്ഥലത്തിന് കുണൂറല്ലേ? നീവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. നേരെ കേട്ടാ തിരിച്ചു നമ്മൾ അപ്പുറം ഇവിടെ പോയല്ല. ഇവിടെ മീൻ പുറത്ത് വയ്ക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ. തിരിച്ചു പോ. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ റൈഡ് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന ഘട്ടമാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലോട്ട് വന്നു. പിന്നെ നമ്മൾ കയറി ഫുഡ് കഴിക്കാം. അവിടെ എന്താ കഴിക്കുന്നതെന്ന് നോക്കാം. എന്നാ മെസ്സി കഴിക്കാനുള്ള അളിയ ചപ്പാത്തി, പൊറോട്ട, ഗീ റൈസ്, ചിക്കൻ കറി. നിങ്ങൾക്ക് കറി വേറെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ല. ഉണ്ണാക്കൊരു പിടി. നമ്മളെ ആൾക്കാരുടെ ഫുഡ് എടുത്തല്ലേ ഇന്ന് പോണില്ലേ ഇവിടുന്ന്. എനിക്കുള്ള 2 പൊറോട്ട ശാലം ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. മക്കളെയൊക്കെ വെട്ടാൻ തുടങ്ങി. എൻ്റെ അളിയനവിടെ എന്തോ ആരാണ്ടും കുട്ടിരിപ്പുണ്ട് കേട്ടാ.
തമിഴ്നാട്ടിൽ വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റത്തത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നെറ്റിൽ 1 രൂപയുടെ നാണയം കൂടി വേണമായിരുന്നു. നീ കഴിക്കണില്ലേ? നമുക്ക് ഇവിടെ പൊറോട്ട ചിക്കൻ കറി എങ്ങനെയാണല്ലേ? പൊറോട്ട ഇച്ചിരി കട്ടിയാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. ഇല്ല അല്ല കർണാടക ചേർത്ത് അപ്പിടിക്കണ്ട. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ ട്രിപ്പൊക്കെ തീർന്ന് നമ്മൾ തിരിച്ചു ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി പറഞ്ഞു വിടണം. ഇനി അവന് കാശ് കൊടുക്കാനുള്ളത് ഇനി അവന് ഒഴിവാക്കണേ. ഇതിനൊക്കെ ബോധമില്ലാണ്ടിരിക്കുവാളിയാ. പിന്നെ നമുക്ക് സ്പൾബറിനോട് ചോദിക്കാം. സ്പൾബർ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? സൂപ്പർ, അടിപൊളി. ഞങ്ങളുടെ ഡ്രൈവർമാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഡ്രൈവറെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ട്രിപ്പ് നല്ലപോലെ എൻജോയ് ചെയ്ത് മുഖക്കെ വേണം ഉറക്കം ഉറങ്ങിയിട്ടില്ല. കൊച്ചനൊക്കെ വണ്ടി മേടിച്ചിട്ട് അവിടെ ഒടുക്കാൻ പറ്റി ഉറക്കം പറയും. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നീ കാരണം പൊറോട്ട